നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. ഇൻഫോസിസിന്റെ കുറച്ചു കാലം മുമ്പുള്ള, അതായത് 2014-17 കാലഘട്ടങ്ങളിലെ CEO ആയിരുന്ന വിശാൽ സിക്ക, അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹം ഇൻഫോസിസിന് എന്തെല്ലാം ആയിരുന്നു എന്നുള്ളത്, അദ്ദേഹം വഴി ഇൻഫോസിസിന് സംഭവിച്ച നഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ചും അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം. വിശാൽ സിക്ക 2014 ഇൻഫോസിസിന്റെ CEO ആയിട്ട് ചാർജ് ഏറ്റെടുത്തു. ഇൻഫോസിസിന്റെ ചരിത്രത്തിലേക്കും വെച്ച് ആദ്യമായിട്ട് സ്ഥാപകരല്ലാത്ത ആദ്യത്തെ CEO ആയി മാറുന്നത് വിശാൽ സിക്കയാണ്. ഇദ്ദേഹം ആത്യന്തികമായിട്ട് ബിസിനസ്സുകാരനല്ല. ഇദ്ദേഹം ആത്യന്തികമായിട്ട് സ്റ്റാൻഫോർഡിൽ നിന്ന് AI PhD കഴിഞ്ഞ ആളാണ്. ജോൺ മക്കാർത്തിയും മവിൻ മിൻസിയും ഒക്കെ ഇദ്ദേഹത്തിന്റെ ആദ്യകാല അധ്യാപകരായിരുന്നു. ഇവരാണ് നമ്മൾ ആധുനിക കാലത്തെ AI പിതാക്കന്മാരായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹം ഇൻഫോസിസിലേക്ക് എത്തിപ്പെടുന്നു. അതിനു മുമ്പ് സാപ്പിലായിരുന്നു, അവിടുത്തെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ആയിരുന്നു. ഇൻഫോസിസ് 2014-15 കാലഘട്ടങ്ങളിലാണ് ഒരു സർവീസ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ കമ്പനി എന്ന നിലയിൽ നിന്നും കുറച്ചും കൂടി നന്നാകണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ പല പല ബോർഡ് മീറ്റിങ്ങുകളിലും AGM-ന്റെ അകത്തും ഉയർന്നു വരുന്നത്. ഇതിനെ തുടർന്ന് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും നാരായണമൂർത്തി അതിന് സമ്മതം മൂടി. അതിന്റെ ഫലമായിട്ടുള്ള ഒരു തെരച്ചിലിന്റെ അവസാനമാണ് സാപ്പിൽ നിന്നും വിശാൽ സിക്കയെ കണ്ടുപിടിക്കുന്നത്. നല്ലതെന്ന് കരുതിയെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഇൻഫോസിസിലെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 2015 വിശാൽ സിക്ക ഇൻഫോസിസിൽ വന്ന് ഒന്ന് കാലുറപ്പിച്ചതിന് ശേഷം ആ കാലങ്ങളിൽ എല്ലാവരും, അതായത് 15 വർഷം മുമ്പ്, ആ കാലങ്ങളിൽ എല്ലാവരും മെഷീൻ ലേണിംഗിനെ കുറിച്ചായിരുന്നു വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒട്ടനേകം മുൻനിര കമ്പനികളും എല്ലാവരും മെഷീൻ ലേണിംഗിന്റെ മുകളിലായിരുന്നു ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിരുന്നത്. ഈ ഒരു സമയത്താണ് വിശാൽ സിക്ക അദ്ദേഹത്തിന്റെ തന്നെ ഒരു റൈറ്റപ്പിൽ പറയുന്നുണ്ട്, സോഫ്റ്റ്വെയർ കമ്പനികളുടെ മിക്ക ജോലികളും, അതുപോലെ തന്നെ ആ ഒരു ജോലികളിൽ നിന്ന് റവന്യൂ നേടുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾ കുറച്ചു കാലത്തിന് ശേഷം നാമാവശേഷമാവും. മറ്റൊന്നും കൊണ്ടല്ല, ഇതേപോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ അവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻജിൻസ് മുഖേന ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത്. അന്നത്തെ കാലത്ത് അത്ര കാര്യമായിട്ട് ആരും എടുത്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഓപ്പൺ AI ഒരു ഗവേഷണ സ്ഥാപനമായിട്ട് തുടങ്ങിയതായിരുന്നു, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഓപ്പൺ AI റിസർച്ച് ലാബിലേക്ക് വിശാൽ സിക്കയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോസിസ് $1 ബില്യൺ സംഭാവന നൽകുന്നു. അന്നത് ടാക്സ് ലാഭിക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ എങ്കിൽ പോലും വിശാൽ സിക്കയ്ക്ക് ഇതിൽ മറ്റനേകം കണ്ണുകൾ ഉണ്ടായിരുന്നു. കാരണം ഓപ്പൺ AI ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നോളജീസ് ഒക്കെ ഇൻഫോസിസിന് ചിലപ്പോൾ കൈവന്നേക്കാം എന്ന് കരുതി. മറ്റൊന്നും കൊണ്ടല്ല, ആ കാലത്ത് ഓപ്പൺ AIക്ക് സംഭാവന കൊടുത്തതിന്റെ അകത്ത് എലോൺ മസ്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിശാൽ സിക്ക ഏകദേശം 1.5 ലക്ഷം പേർ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു സ്ഥാപനത്തിന്റെ തലവനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത ലെവലിലേക്കുള്ള ഒരു പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളത് എല്ലാം അന്വേഷിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹം സ്റ്റാൻഫോർഡിൽ നിന്നും PhD AI ചെയ്തതുകൊണ്ടും ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരിക്കാം. ഓപ്പൺ AIയിലെ ആ ഒരു സംഭാവന അവിടെ നിലനിന്നുപോയി. ഇതിന്റെ ഇടയ്ക്ക് നാരായണമൂർത്തിയായിട്ടുള്ള അടിയും പിടിയും പടലപ്പറക്കങ്ങളും എല്ലാം പബ്ലിക്കായിട്ട് വിഴുപ്പലക്കുന്നതുവരെ എത്തി. കാരണങ്ങൾ പലതാകാം, അവയിൽ ചിലത് ന്യായമാകാം. പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി ഇതുകൊണ്ട് നഷ്ടം നേരിട്ടത് ഇൻഫോസിസ് തന്നെയായിരുന്നു. കാരണം കാലക്രമേണ ഓപ്പൺ AI അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് റിസർച്ച് ഫേം എന്നതിൽ നിന്നും അതൊരു കമ്പനിയായി മാറ്റപ്പെട്ടു. ആ ഒരു സമയത്ത് ഇതിന്റെ അകത്ത് സംഭാവന കൊടുത്തവരോടൊക്കെ വേണമെങ്കിൽ ഈ സംഭാവനകളെല്ലാം ഓഹരികളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും നൽകിയിരുന്നു. പക്ഷെ വിശാൽ സിക്കയുടെ ഈ ഒരു റെക്കമെൻഡേഷൻ, ഓഹരി കൺവേർട്ട് ചെയ്യാം എന്നുള്ള റെക്കമെൻഡേഷൻ, നാരായണമൂർത്തി ഉൾപ്പെടെയുള്ള നാരായണമൂർത്തി ഗ്യാങ് തള്ളിക്കളഞ്ഞു. കാരണം ആ ഒരു കാലത്ത് AI കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്ന് അവരെല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത് മെഷീൻ ലേണിംഗിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ഒരു തള്ളിക്കളഞ്ഞുകൊണ്ട് എന്തോ വലിയ നഷ്ടം വന്നത്. ആ ഒരു നഷ്ടം അറിയണമെങ്കിൽ ആ $1 ബില്യൺ ഇന്ന് എത്ര ആകുമെന്ന് കൂടി അറിയണമായിരുന്നു. അന്നത്തെ ആ $1 ബില്യൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഓപ്പൺ AIയുടെ വാല്യൂഷൻ വെച്ച് കണക്ക് നോക്കുമ്പോൾ 45 മുതൽ 50 ബില്യൺ തത്തുല്യമായിട്ടുള്ളതാണ്. ഈ 45 മുതൽ 50 ബില്യൺ തത്തുല്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഫോസിസിന്റെ ആകെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 70 ബില്യണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻഫോസിസ് ഏകദേശം ഇന്നുള്ളതിനേക്കാൾ 70% കൂടി അധിക വളർച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ ആലോചിക്കുമ്പോൾ അതെങ്കിലും സംഭവിച്ചേനെ. പക്ഷെ ചിലരുടെ എല്ലാം ഈഗോ അത് പലപ്പോഴും ഒരു കമ്പനി എന്ന രീതിയിൽ നല്ലതല്ലാത്ത രീതിയിലാണ് പരിണമിക്കുന്നത്. ആത്യന്തികമായി ഇതിന്റെയൊക്കെ നഷ്ടം സംഭവിച്ചത് ഇൻഫോസിന്റെ നിക്ഷേപകർക്ക് തന്നെയാണ്. നാരായണമൂർത്തിക്കും സുധാ നാരായണമൂർത്തിക്കും കൂടി
വെറും 2% താഴെ മാത്രമേ സ്റ്റേക്ക് ഉള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. മൊത്തം പ്രൊമോട്ടർ സ്റ്റേക്ക് 15% അടുത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഈഗോ സത്യത്തിൽ വില കൊടുക്കേണ്ടി വന്നത് 85% വരുന്ന മറ്റുള്ള നിക്ഷേപകർക്കായിരുന്നു. ചെറുതായിട്ട് വിശാൽ സിക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ കൂടി നമുക്ക് നോക്കാം. കാരണം വിശാൽ സിക്ക വെറും നിഷ്കളങ്കനാണ് എന്ന കാര്യത്തിന്റെ അകത്ത് നമുക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നഷ്ടമൊക്കെ വിശാൽ സിക്കയുടെ അഭിപ്രായത്തിനെതിരായി പോയെന്നതുകൊണ്ട് ഇൻഫോസിന് ഉണ്ടായെങ്കിൽ കൂടിയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാൽ സിക്ക സാപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഉൾപ്പെടെ ഇദ്ദേഹം അക്വിസിഷൻസിന് പേര് കേട്ട ആളാണ്, കുഞ്ഞൻ കമ്പനികളെ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞൻ കമ്പനികളുടെ വാല്യുവേഷൻ വിശാൽ സിക്ക അനുവദിച്ചു കൊടുത്തത് പലപ്പോഴും 20 മുതൽ 25% വരെ അധിക വാല്യുവേഷനാണ്. അപ്പോൾ ഈ അധിക വാല്യുവേഷൻ അനുവദിച്ചു കൊടുക്കുന്നത് കൂടെ അത് അക്വയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഈ അധികമായിട്ടുള്ള ഒരു നഷ്ടം വിശാൽ സിക്കയുടെ കമ്പനി നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ അധികമായിട്ടുള്ള ഒരു നഷ്ടം അഥവാ ലഭിക്കുന്ന ആൾക്ക് അതൊരു ലാഭമാണ്. ആ ഒരു ലാഭത്തിന്റെ ഒരു പങ്ക് വിശാൽ സിക്കയ്ക്ക് ലഭിക്കുന്നു എന്ന് പല ആരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് വിശാൽ സിക്ക ഇൻഫോസിസിൽ വന്നിട്ട് പനായ എന്ന് പറയുന്ന ഒരു IoT ബേസ്ഡ് കമ്പനിയെ, ഇസ്രായേൽ കമ്പനിയെ ഏറ്റെടുത്തു. ഇതിനെതിരെ നാരായണമൂർത്തിയുടെ ഗാങ്ങും മറ്റു പലരും വളരെയധികം ഒച്ചയും ബഹളമൊക്കെ വെച്ചിരുന്നു. അന്നത്തെ കാലത്ത് CFO ആയിരുന്നുള്ള രാജീവ് ബൻസാല് അദ്ദേഹവും ഇതിനെതിരെ നോട്ടുകളൊക്കെ എഴുതി. ഈ പറഞ്ഞ ഗാങ്ങുകളൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു കണക്കെടുപ്പൊക്കെ നടത്തി. പക്ഷെ ഏണസ്റ്റ് ആൻഡ് യങ് വിശാൽ സിക്കയ്ക്ക് ക്ലീൻ ചിറ്റാണ് നൽകിയത്. പക്ഷെ പിന്നീടുള്ള കാര്യമായിരുന്നു വളരെ രസകരം. കാരണം രാജീവ് ബൻസാൽ രാജിവെച്ചു പോയപ്പോൾ ഒരു സിവിയറിറ്റി, ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുത്തത് റെക്കോർഡ് പണമായിട്ടുള്ള 18 ലക്ഷം കോടി രൂപയോളമാണ്. ഇത് ഇത്രയും കൊടുക്കേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോകുന്നതിന്റെ കുറച്ചു നാൾ മുമ്പ് രാജീവ് ബൻസാല് വിശാൽ സിക്കയ്ക്ക് എതിരെയുള്ള ആരോപണങ്ങളൊക്കെ നിശബ്ദനാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ അതിനുള്ള പ്രതിഫലമായിട്ടാണോ ഈ വലിയൊരു തുക രാജീവ് ബൻസാലിന് നൽകിയത് എന്നുള്ള സംശയങ്ങൾ, ഇത്തരത്തിലുള്ള ഒട്ടനേകം സംശയങ്ങളും ആരോപണങ്ങളുമാണ് സത്യത്തിൽ പൊതുവേദിയിൽ ഉൾപ്പെടെ നാരായണമൂർത്തിയുടെ ഗാങ് വിശാൽ സിക്കയ്ക്കെതിരെ ഉന്നയിച്ചത്. അവസാനം അടിപിടി എല്ലാം കഴിഞ്ഞ് 3 വർഷം ആയപ്പോഴത്തേനും വിശാൽ സിക്ക മടുത്തിട്ട് GSKയിൽ പോയി, US തന്നെ. അതൊരു ഫാർമ കമ്പനിയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ സർക്കാരുകളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സർക്കാരുകളുടെ എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ പണവുമായിട്ട് ഇടപെട്ടതുണ്ടോ, അത് അഴിമതിയാകട്ടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, അവയെല്ലാം പൊതുമേഖലാ കമ്പനികൾക്ക് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഉണ്ട്. 100% ആരെയും വിശ്വസിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇൻഫോസിസ് നിക്ഷേപകരെ സംബന്ധിച്ച് വിശാൽ സിക്കയുടെ ഒരു ഒറ്റ റെക്കമെൻഡേഷൻ തള്ളിയത് വഴി ഉണ്ടായ നഷ്ടം ചില്ലറയല്ല. കമ്പനിയുടെ മൊത്തം ഇൻട്രിൻസിക് വാല്യൂ ഇരട്ടി ആകാമായിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു അത്, ഒരു വിലപ്പെട്ട നിർദ്ദേശം. ഇൻഫോസിസ് പഴയ കാലങ്ങളിലുള്ള നോക്കിയയുടെ പാത പിന്തുടരുകയാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെയാണ് പലപ്പോഴും നിക്ഷേപകർക്ക് നൽകുന്നത്. മറ്റൊരു അദ്ദേഹത്തെ നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.